ഹായ്, രസകരമായ ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രം നൈറ്റ് ഓഫ് ദി സോഡിയാക്. ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ഭൂമിയിൽ ദേവന്മാർ വാണിരുന്ന ഒരു കാലത്താണ്. അവർ മനുഷ്യരെ വളരെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. ആ സമയത്താണ് ബുദ്ധിയുടെ ദേവിയായ അഥീന ലോകത്തിലെ ഏറ്റവും മികച്ച യോദ്ധാക്കളെ ഒന്നിച്ചു ചേർക്കുകയും കോസ്മോ എന്ന് വിളിക്കപ്പെടുന്ന നക്ഷത്രങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ദേവന്മാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തത്. അഥീനയുടെ ശക്തി ഭൂമിയെ തന്നെ നശിപ്പിക്കാൻ മാത്രം വലുതായിരുന്നു. എങ്കിലും അഥീന മനുഷ്യരുടെ പക്ഷം ചേരുകയാണ് ചെയ്തത്. ഒടുവിൽ ദേവന്മാർ പരാജിതരായി ഭൂമി എന്നേക്കുമായി ഉപേക്ഷിച്ചു പോയി. അതിനുശേഷം എല്ലാ യോദ്ധാക്കളും ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലായി ജീവിക്കാൻ ആരംഭിച്ചു. അതിനുശേഷം 18 വർഷങ്ങൾ കഴിഞ്ഞു. അഥീന ഒരു കൊച്ചു പെൺകുട്ടിയായി ഭൂമിയിൽ പുനർജനിച്ചു. അപ്പോൾ അൽമാൻ എന്ന പേരുള്ള ഒരു യോദ്ധാവ് ആ പെൺകുട്ടിയെ ആയുഷ്കാലം മുഴുവൻ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് നാം ഇന്നത്തെ ലോകത്തിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ സായ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു. എങ്കിലും തന്റെ സഹോദരിയുടെ ഓർമ്മകൾ ഓരോ നിമിഷവും അവനോടൊപ്പമുണ്ട്. ചെറിയ പ്രദേശങ്ങളിലെ ബോക്സിംഗ് മത്സരങ്ങളിൽ പോരാടിയാണ് സായ ഉപജീവനം നടത്തിയിരുന്നത്. അപ്പോഴാണ് കാസിയോ എന്നു പേരുള്ള ഒരാൾ അവനെ ഒരു പോരാട്ടത്തിനായി വെല്ലുവിളിക്കാൻ വന്നത്. ഈ ഫൈറ്റിൽ നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം നോക്കൌട്ട് ചെയ്യപ്പെടുന്ന ഇയാൾ തോൽക്കും, അത്രമാത്രം. അന്നത്തെ പോരാട്ടത്തിൽ സായയുടെ എതിരാളി ജാക്കി എന്ന കരുത്തനായ ഒരു കളിക്കാരനായിരുന്നു. വലിയ ആവേശത്തോടെ അവൻ സായക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. എന്നാൽ സായ ഓരോ തവണയും അവന്റെ പ്രഹരങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി. സായ തിരിച്ചാക്രമിക്കാതിരിക്കുന്നത് കണ്ട് കാസിയോക്ക് കടുത്ത ദേഷ്യം വരികയും അവൻ റിങ്ങിലേക്ക് ഇറങ്ങിച്ചെന്ന് ജാക്കിയെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. തുടർന്ന് അവൻ തന്നെ സായയോട് പോരാടാൻ തുടങ്ങി. അവൻ സായയെ കഠിനമായി മർദ്ദിച്ചു. സായ ബോധരഹിതനാവാൻ തുടങ്ങവേ പെട്ടെന്ന് അവന് തന്റെ സഹോദരിയുടെ മുഖം ഓർമ്മ വന്നു. അവന്റെ ശരീരത്തിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ശക്തിയായ കോസ്മോ പുറത്തുവരാൻ തുടങ്ങി. ആ നിമിഷം സായയുടെ ഉള്ളിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയും ആവാഹിക്കപ്പെട്ടതുപോലെ തോന്നി. അവൻ ഒറ്റ ചവിട്ടിന് കാസിയോയെ നിലംപരിശാക്കി അവിടെ നിന്നും പുറത്തിറങ്ങി. അവൻ പുറത്തു വന്നപ്പോ യോദ്ധാവായ അൽമാൻ അവനെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. പോരാട്ടത്തിനിടയിൽ അവന് ലഭിച്ച ഈ അപാരമായ ശക്തിയുടെ വാർത്ത നിലവിലിപ്പോൾ ഗരുഡിന്റെ അടുത്തെത്തിയിട്ടുണ്ടാകുമെന്നും അവള് എന്റെ സൈന്യവുമായി ഉടൻ തന്നെ അവനെ പിടികൂടാൻ വരുമെന്നും അൽമാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഗരുഡൽമാന്റെ ഭാര്യയായിരുന്നു. ഭൂമിയിലുള്ള കോസ്മോ ശക്തിയുള്ള എല്ലാ യോദ്ധാക്കളെയും ഒന്നിച്ചു ചേർക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അൽമാൻ തന്റെ കൂടെ വരാൻ സായയോട് ആവശ്യപ്പെട്ടു. എന്നാൽ അപ്പോഴേക്കും ഗരുഡിന്റെ ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അൽമാനും സായയും ഒരു തരത്തിൽ അവിടെ നോടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അൽമാന്റെ കൂട്ടാളിയായ മൈലക് ഗാർഡുകൾക്ക് നേരെ വെടിവെച്ചെങ്കിലും വെടിയുണ്ടകൾ അവരെ സ്പർശിച്ചതുപോലുമില്ല. എങ്ങനെയോ അൽമാനും കൂട്ടരും അവിടുന്നും രക്ഷപ്പെട്ടു. പിന്നാലെ ഗരുഡിന്റെ സൈന്യം അവർക്ക് നേരെ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. യഥാർത്ഥത്തിൽ അവർ സായയെ ലക്ഷ്യമിട്ടാണ് വന്നത്. എന്നാൽ ഭാഗ്യവശാൽ അവരൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു. സായയ്ക്ക് നടക്കുന്നൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് മൈലക്ക് അവനൊരു കുത്തിവെപ്പ് നൽകി ബോധം കെടുത്തി. അതോടെ സായ വീണ്ടും തന്റെ കുട്ടിക്കാലത്തെ ഓർമ്മയിൽ തിരിച്ചുപോയി. അവിടെ അവൻ തന്റെ മൂത്ത സഹോദരിയായ പട്രീഷ്യയ്ക്കൊപ്പമായിരുന്നു. അവൻ പട്രീഷ്യയുടെ ലോക്കറ്റി തൊട്ടപ്പോ അതിൽ നിന്ന് അത്ഭുതകരമായ കോസ്മോ ശക്തി പുറത്തു വന്നു. അതിന്റെ സൂചന ലഭിച്ച ഗരുഡും അവളുടെ സൈന്യവും അവരുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി. പക്ഷെ അവരെത്തുന്നതിനു മുമ്പേ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയതെന്നവണ്ണം പട്രീഷ്യ ആ ലോക്കറ്റ് സായക്ക് കൊടുത്തു. അവനെ ഒരു അലമാരയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു. പിന്നീട് ഗരുഡിന്റെ ആളുകൾ അവളെ പിടിച്ചുകൊണ്ടുപോയി. അന്നു മുതൽ സായ തന്റെ സഹോദരിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് സായ കണ്ണു തുറക്കുമ്പോ അൽമാന്റെ വീട്ടിലായിരുന്നു. അവനൊന്നും മനസ്സിലാകാതിരുന്നതിനാൽ അൽമാനോടെല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ അവൻ ആവശ്യപ്പെട്ടു. അഥീനാദേവി പുനർജനിച്ചിട്ടുണ്ടെന്നും അവളെ സംരക്ഷിക്കേണ്ട ചുമതല ഇനി സായയ്ക്കാണെന്നും അൽമാൻ പറഞ്ഞു. എന്നാൽ സായയ്ക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുട്ടിക്കാലത്ത് തന്നെ സായയുടെ കോസ്മോ ശക്തി ഗരുഡ് തിരിച്ചറിഞ്ഞിരുന്നുവെന്നും എന്നാൽ സായയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സഹോദരി സ്വയം ഗരുഡിനൊപ്പം പോവുകയായിരുന്നു എന്നും അൽമാൻ വിശദീകരിച്ചു. അപ്പോഴാണ് അവിടെ സയാന എന്ന പേരുള്ള ഒരു പെൺകുട്ടി വന്നത്. അവളായിരുന്നു യഥാർത്ഥത്തിൽ അഥീനാദേവിയുടെ പുനർജന്മം. സയാനയെ കൊന്ന് അവളുടെ ശക്തികൾ കവരാനാണ് ഗരുഡ് ആഗ്രഹിക്കുന്നത് എന്ന് അൽമാൻ പറഞ്ഞു. എന്നാൽ സായയ്ക്ക് അവർ പറയുന്ന കാര്യത്തിലൊന്നും വിശ്വാസം വന്നില്ല.
പിന്നീട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ചുറ്റും ഇരുട്ട് പടരുകയും സയാനയുടെ ശരീരത്തിൽ നിന്ന് അപാരമായ കോസ്മോ ശക്തി പുറത്തു വരാൻ തുടങ്ങുകയും ചെയ്തു. ഉടൻ തന്നെ അൽമാൻ ഓടിയെത്തി സായയെ സയാനയിൽ നിന്നും മാറ്റി നിർത്തി. കാരണം ഒരു ദേവിയുടെ ശക്തി നിയന്ത്രണം വിട്ടുകഴിഞ്ഞാൽ ചുറ്റുമുള്ളതെല്ലാം തകർന്നു പോകും. അപ്പോഴാണ് കാസിയോ യഥാർത്ഥത്തിൽ ഗരുഡിന്റെ ആളായിരുന്നുവെന്നും സായയുടെ ഉള്ളിൽ കോസ്മോ ശക്തിയുണ്ടെന്നും ഗരുഡിനെ അറിയിച്ചത് അവനായിരുന്നുവെന്നും വെളിപ്പെടുന്നത്. മറുവശത്ത് സായയും സയാനയും സംസാരിക്കുമ്പോ കുട്ടിക്കാലത്ത് അൽമാനും ഗരുഡുമാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് സയാന അവനോട് പറഞ്ഞു. അൽമാൻ അവളെ ഒരു പിതാവിനെ പോലെയാണ് വളർത്തിയത്. എന്നാൽ സയാനയ്ക്കുള്ളിലെ അദീനയുടെ ശക്തി ഭൂമിയെ മുഴുവൻ നശിപ്പിക്കും എന്ന് ഗരുഡ് കരുതി. അതുകൊണ്ടവൾ അൽമാനെ വഞ്ചിക്കുകയും സ്വന്തമായി ഒരു സൈന്യത്തെ ഉണ്ടാക്കി സയാനയെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. തന്റെ മുഴുവൻ ശക്തിയും ഉണർന്ന് പൂർണ്ണമായും അദീനാദേവിയുടെ രൂപം പ്രാപിക്കുന്നവരെ സായ തന്നെ സംരക്ഷിക്കണം എന്ന് സയാന അവനോട് ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം സായയെ ഒരു ദ്വീപിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവന്റെ ശക്തികൾ പൂർണ്ണമായി ഉണർത്തുന്നതിനുള്ള പരിശീലനമായിരുന്നു അവിടെ നടക്കാനിരുന്നത്. ഉയർന്ന ഒരു മല കയറി അവിടെയുള്ള മരീൻ എന്ന യോദ്ധാവിന്റെ അടുത്തേക്ക് എത്തണമായിരുന്നു. സായ അതിനായി യാത്ര തിരിച്ചു. മരീനായിരുന്നു അവന് പരിശീലനം നൽകുക. കടുത്ത കൊടുങ്കാറ്റിലും സായ ആഞ്ഞു ശ്രമിച്ച് മല കയറാൻ തുടങ്ങി. തന്റെ ശക്തികൾ ഉണർത്തി മരണം വരെ അദീനാദേവിയെ സംരക്ഷിക്കണം എന്ന് മരീനെ കണ്ടപ്പോ മരീൻ അവനോട് പറഞ്ഞു. എന്നാൽ സായയുടെ യഥാർത്ഥ ലക്ഷ്യം തന്റെ സഹോദരിയെ കണ്ടെത്തൽ മാത്രമായിരുന്നു. ഇതറിഞ്ഞ മരീൻ സായയ്ക്ക് പരിശീലനം നൽകാൻ വിസമ്മതിച്ചു. എന്നാൽ സായ എങ്ങനെയൊക്കെയോ മരീനെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു. അവസാന അവസരം ചോദിച്ചു. ഒടുവിൽ മരീൻ സമ്മതിക്കുകയും ഒരു കല്ല് തകർക്കാൻ അവനോട് ആവശ്യപ്പെടുകയും ചെയ്തു. സായയ്ക്ക് പക്ഷേ അതിന് സാധിച്ചില്ല. തുടർന്ന് ധ്യാനിച്ചുള്ളിലെ കോസ്മോ ശക്തിയെ അനുഭവിക്കാൻ മരീൻ അവനോട് പറഞ്ഞു. എന്നാൽ അപ്പോഴും സഹോദരിയുടെ ഓർമ്മകൾ അവനെ ധ്യാനത്തിലേക്ക് നയിക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. മറുവശത്ത് ഗരുഡ് തന്റെ പ്രത്യേക മാന്ത്രിക ശക്തിയാൽ കാസിയോക്കൊരു അപൂർവമായ കവചം നൽകി. അതിലൂടെ അവൻ അതീവ ശക്തനായി മാറി. മറുവശത്ത് സായയുടെ പരിശീലനം തുടരുകയാണ്. എന്നാൽ മരീൻ തന്റെ ശക്തിയാൽ ഓരോ തവണയും അവനെ തോൽപ്പിച്ചുകൊണ്ടിരുന്നു. ഗരുഡിനെതിരെയുള്ള യുദ്ധത്തിൽ സ്വന്തം ജീവൻ സംരക്ഷിക്കണമെങ്കിൽ കോസ്മോ ശക്തി ഉണർത്തിയേ മതിയാകൂ എന്ന് മരീൻ അവനെ ബോധ്യപ്പെടുത്തി. അതിനിടെ താൻ അദീനയായി മാറി ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്നതായി സയാന സ്വപ്നം കണ്ടു. എന്നാൽ അൽമാൻ അവളെ സമാധാനിപ്പിച്ചു. മറുവശത്ത് പട്രീഷ്യയുടെ ഓർമ്മകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തതിനാൽ സായ എപ്പോഴും മരീനോട് തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് രാത്രി താൻ എപ്പോഴും അവനെ സംരക്ഷിക്കുമെന്ന് പട്രീഷ്യ പറഞ്ഞത് അവൻ ഓർത്തു. ഇങ്ങനെയുള്ള ഓർമ്മകളിൽ ജീവിച്ചിട്ട് കാര്യമില്ലെന്നും ധൈര്യം സംഭരിച്ച് ഭാവിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് വേണ്ടതെന്നും സായക്ക് മനസ്സിലായി. അടുത്ത ദിവസം മുതൽ അവന്റെ പരിശീലനം മെച്ചപ്പെടാൻ തുടങ്ങി. സമയം കടന്നുപോകും തോറും അവൻ കൂടുതൽ കരുത്തനായി മാറി. ഒടുവിൽ ഒരു ദിവസം മരീനെ ആക്രമിച്ച് ആ കല്ല് തകർക്കുന്നതിൽ അവൻ വിജയിച്ചു. അതിനിടെ ഗരുഡിന്റെ താവളത്തിൽ അവളുടെ ആളായ നീറോ അൽമാന്റെ ഒരു കൂട്ടാളിയെ തടവിലാക്കി. നീറോ അവനോട് അൽമാന്റെ വിലാസം ചോദിച്ചെങ്കിലും അവൻ വായ തുറന്നില്ല. തുടർന്ന് നീറോ അവനെ കഠിനമായി പീഡിപ്പിച്ചു. ഒടുവിൽ എല്ലാം പറയാൻ അവൻ നിർബന്ധിതനായി. ഇതേ സമയം ദ്വീപിൽ സായ പൂർണ്ണ ശ്രദ്ധയോടെ ധ്യാനിച്ച് ഉള്ളിലെ കോസ്മോ ശക്തികളെ ഉണർത്തി. ആ ശക്തി ഉപയോഗിച്ച് അവനൊരു വലിയ പാറക്കെട്ട് തന്നെ തച്ചുടച്ചു. അപ്പോൾ പെട്ടെന്ന് അവന്റെ ലോക്കറ്റ് ഒരു പെട്ടിയായി മാറി. അവന്റെ ശരീരത്തിൽ ശക്തമായൊരു സംരക്ഷണ കവചം വന്നെത്തുകയും ചെയ്തു. ആ നിമിഷം അവന്റെ തലയിൽ കഠിനമായ വേദന അനുഭവപ്പെട്ടു. ഗരുഡ് പട്രീഷ്യയെ തടവുകാരിയായി കൊണ്ടുപോകുമ്പോൾ അൽമാനും അവിടെയുണ്ടായിരുന്നു എന്ന് ദിവ്യദൃഷ്ടിയിൽ അവൻ കണ്ടു. അതിൽ നിന്നും അൽമാനും തന്റെ സഹോദരിയെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ പങ്കാളിയായിരുന്നുവെന്നും അവൻ ഇതുവരെ അക്കാര്യം പറയാത്തതുകൊണ്ട് തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നും സായയ്ക്ക് മനസ്സിലായി. കോപാകുലനായ സായ ദ്വീപിൽ നിന്ന് അൽമാന്റെ വീട്ടിലെത്തി. ഉടൻ തന്നെ അവനെ ആക്രമിച്ചു. ആ സമയം മൈലക്കും സയാനയും ചേർന്ന് അൽമാനെ രക്ഷിക്കുകയും സയാന സായയെ വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. സായയ്ക്ക് വേണ്ടിയാണ് അൽമാൻ പട്രീഷ്യയെ തട്ടിക്കൊണ്ടുപോയത് എന്നവൾ സായയോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ കുട്ടിക്കാലത്ത് സയാനയ്ക്ക് തന്റെ കോസ്മോ ശക്തികളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ അബദ്ധത്തിൽ തന്റെ അമ്മയായ ഗരുഡിനെ പരിക്കേൽപ്പിച്ചു. അപ്പോൾ അൽമാൻ ഒരു സ്വർണ്ണക്കവചം ഉപയോഗിച്ചാണ് ഗരുഡിനെ സുഖപ്പെടുത്തിയത്. അന്നു മുതൽ ജീവിച്ചിരിക്കാൻ ഗരുഡിന് ഭൂമിയിലെ എല്ലാ യോദ്ധാക്കളുടെയും കോസ്മിക് എനർജി ആവശ്യമായി വന്നു. അന്നു മുതൽ ഗരുഡ് യോദ്ധാക്കളുടെ കോസ്മിക് ശക്തികൾ കവരാൻ തുടങ്ങി. പിന്നീട് കുട്ടിക്കാലത്ത് സായയുടെ ശരീരത്തിൽ നിന്ന് ആ ശക്തികൾ പുറത്തു വന്നപ്പോ അവനുള്ളിൽ അത്ഭുതകരമായ എന്തോ ശക്തിയുണ്ട് എന്ന് പട്രീഷ്യയ്ക്ക് മനസ്സിലായി. ഗരുഡിനും ആ ശക്തി അനുഭവപ്പെടുകയും അവൾ അവരുടെ വീട്ടിലെത്തുകയും ചെയ്തു. അപ്പോൾ സായയുടെ ജീവൻ രക്ഷിക്കാൻ പട്രീഷ്യ സ്വയം ഗരുഡിന് കീഴടങ്ങുകയായിരുന്നു. എന്നാൽ പട്രീഷ്യയുടെ ഉള്ളിൽ യാതൊരു ശക്തിയുമില്ലെന്ന് ഗരുഡ് പിന്നാലെ മനസ്സിലാക്കി. അതിനുശേഷം പട്രീഷ്യയ്ക്കൊരിക്കലും സായയെ കാണാൻ തിരികെ വരാൻ കഴിഞ്ഞില്ല. കാരണം ഗരുഡിന്റെ സൈന്യം എപ്പോഴും അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൾ സായയെ കണ്ടുമുട്ടിയാൽ അവന്റെ ജീവൻ അപകടത്തിലാകും. കാര്യങ്ങളെല്ലാം സായ മനസ്സിലാക്കി. തുടർന്ന്
സയാന വലുതായി അഥീനാദേവിയായി മാറി ഭൂമിയെ നശിപ്പിക്കും എന്ന് ഗരുഡ് കരുതുന്നുണ്ടെങ്കിലും അൽമാൻ എപ്പോഴും സയാനയെ ഗരുഡിൽ നിന്ന് സംരക്ഷിച്ചിരുന്നുവെന്ന് സയാന പറഞ്ഞു. താൻ അഥീനാദേവിയുടെ രൂപമെടുക്കുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന ഭയം സയാനയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ കൊല്ലേണ്ടി വന്നാലും നീ ഈ ഭൂമിയെ തീർച്ചയായും രക്ഷിക്കണം എന്നവൾ സായിയെ കൊണ്ട് സത്യം ചെയ്യിച്ചു. പെട്ടെന്ന് ഗരുഡിന്റെ സ്പേസ്ഷിപ്പ് അൽമാന്റെ വീടിന് നേരെ വരുന്നത് സായിയും സയാനയും കണ്ടു. അവർ ഉടൻ തന്നെ അൽമാന്റെ വീട്ടിലേക്ക് ഓടി. അവിടെ മൈലക് അൽമാനോട് ഗരുഡ് ആക്രമിക്കാൻ വരികയാണെന്നും എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണമെന്നും പറഞ്ഞു. അപ്പോഴേക്കും വലിയൊരു സ്ഫോടനം ഉണ്ടാവുകയും ഗരുഡിന്റെ സൈന്യം അൽമാന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തു. തുടർന്ന് ഗരുഡ് അൽമാനെ കാണുകയും സയാനയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. സയാന ഒരിക്കലും ഭൂമിയെ നശിപ്പിക്കില്ലെന്ന് അൽമാൻ അവളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മറുവശത്ത് സായയും സയാനയും അവിടെ എത്തിയപ്പോഴേക്കും ഗരുഡിന്റെ സൈന്യവുമായുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചിരുന്നു. സായിക്കിപ്പോൾ കാസിയോയെ നേരിടണം. എന്നാൽ നിർണായക നിമിഷത്തിൽ അവന് തന്റെ ശക്തികൾ ഉണർത്താൻ കഴിഞ്ഞില്ല. അവസരം മുതലെടുത്ത കാസിയോ അവനെ ക്രൂരമായി മർദ്ദിച്ചു. മറുവശത്ത് അൽമാന്റെ വാക്കുകൾ ഗരുഡിൽ ഒരു സ്വാധീനവും ചെലുത്താതിരുന്നപ്പോ വീട്ടിൽ സ്ഫോടനം നടത്തി ഗരുഡിനെ കൊല്ലാൻ അൽമാൻ തീരുമാനിച്ചു. എന്നാൽ ഗരുഡ് അവസാന നിമിഷം അവിടെ നിന്ന് രക്ഷപ്പെടുകയും അൽമാൻ കൊല്ലപ്പെടുകയും ചെയ്തു. തുടർന്ന് ഗരുഡിന്റെ ആളുകൾ സയാനയെ തടവുകാരിയാക്കി കൊണ്ടുപോയി. സായയും കഠിനമായി പരിക്കേറ്റു വീണിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം കണ്ണു തുറന്ന സയാന ഗരുഡിന്റെ കസ്റ്റഡിയിലായിരുന്നു. ഭൂമിയെ രക്ഷിക്കാൻ സ്വന്തം മകളായ സയാനയെ ബലി കൊടുക്കണം എന്ന് ഗരുഡ് പറഞ്ഞു. തുടർന്ന് നടപടികൾ ആരംഭിക്കാൻ അവൾ നീറോയോട് ആവശ്യപ്പെട്ടു. മറുവശത്ത് സയാനയെ സംരക്ഷിക്കാൻ കഴിയാത്തതിൽ സായക്ക് വലിയ പശ്ചാത്താപം തോന്നി. അപ്പോൾ പെട്ടെന്ന് കുട്ടിക്കാലത്ത് സഹോദരിയെ തിരികെ കൊണ്ടുവരുമെന്ന് അവൻ ചെയ്ത പ്രതിജ്ഞ അവന്റെ ഓർമ്മയിലെത്തി. തുടർന്ന് മൈലക് അവിടെ എത്തുകയും അവർ രണ്ടുപേരും സയാനയെ രക്ഷിക്കാൻ പുറപ്പെടുകയും ചെയ്തു. അവർ ഗരുഡിന്റെ താവളത്തിനടുത്തെത്തിയപ്പോ റഡാറിൽ അവരുടെ സ്പേസ്ഷിപ്പ് കുടുങ്ങി. അതിനാൽ രക്ഷപ്പെടാൻ സായയ്ക്ക് സ്പേസ്ഷിപ്പിൽ നിന്ന് ചാടേണ്ടി വന്നു. അവൻ താഴേക്ക് ചാടിയ ഉടൻ തന്നെ തന്റെ സംരക്ഷണ കവചം ഉണർത്തുകയും സുരക്ഷിതമായി താഴെയെത്തുകയും ചെയ്തു. തുടർന്നവൻ ഗരുഡിന്റെ എല്ലാ ഭടന്മാരെയും തല്ലിച്ചതയ്ക്കുകയും ഒടുവിൽ കാസിയോ അവന്റെ കൈകളാൽ കൊല്ലപ്പെടുകയുമുണ്ടായി. മറുവശത്ത് സയാനയുടെ അന്ത്യമെടുത്തിരുന്നു. ആ നിമിഷം താൻ ചെയ്തത് തെറ്റാണെന്ന് ഗരുഡിന് ബോധ്യപ്പെട്ടു. നടപടികൾ നിർത്താൻ അവൾ നീറോയോട് ആവശ്യപ്പെട്ടു. പക്ഷേ നീറോ അനുസരിച്ചില്ല. പുറകെ അവൻ ഫീനിക്സ് യോദ്ധാവിന്റെ രൂപം സ്വീകരിച്ചു. ഗരുഡ് അവനെ നേരിടാൻ ശ്രമിച്ചെങ്കിലും ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ ഗരുഡിന്റെ കഥ കഴിക്കാൻ തുടങ്ങി. ആ സമയം സായ അവിടെ എത്തി. ഇരു യോദ്ധാക്കളും തമ്മിൽ കടുത്ത യുദ്ധം ആരംഭിച്ചു. അവരുടെ ആക്രമണങ്ങൾ വളരെയധികം ഭീകരമായിരുന്നു. ചുറ്റുമുള്ള കെട്ടിടങ്ങൾ വരെ തകരാൻ തുടങ്ങി. മറുവശത്ത് ഗരുഡ് എങ്ങനെയൊക്കെയോ എല്ലാ മെഷീനുകളും ഓഫ് ചെയ്ത് സയാനയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ നിമിഷം ചുറ്റും ശക്തമായ വെളിച്ചം പരക്കുകയും സയാനയുടെ ശരീരം അഥീനാദേവിയുടെ രൂപം പ്രാപിക്കുകയും ചെയ്തു. ഫീനിക്സ് യോദ്ധാവ് അവളെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അഥീന അവനെ വായുവിൽ പറത്തിവിട്ടു. അഥീനയുടെ ശക്തി വളരെ കൂടുതലായതിനാൽ സയാനയ്ക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ അവളുടെ ചുറ്റുമുള്ള ലോകം നശിക്കാൻ തുടങ്ങി. അവളുടെ വർദ്ധിച്ചു വരുന്ന ശക്തികളാൽ ഭൂമി സർവനാശത്തിലേക്ക് നീങ്ങവേ സായക്ക് താൻ ചെയ്ത പ്രോമിസ് ഓർമ്മ വന്നു. ദേവന്മാർക്കെതിരായി യുദ്ധത്തിൽ ചെയ്തതുപോലെ നിന്റെ ശക്തികളെ നീ നിയന്ത്രിക്കണം. ആ യുദ്ധത്തിൽ നീ മനുഷ്യരെ സംരക്ഷിച്ചതുപോലെ ഇന്ന് സ്വയം നിയന്ത്രിച്ച് ഭൂമിയെ രക്ഷിക്കണം എന്ന് സായ സയാനയോട് പറഞ്ഞു. ഇത് കേട്ട് സയാന തന്റെ യഥാർത്ഥ കഥ ഓർക്കുകയും സ്വന്തം ശക്തികളെ നിയന്ത്രിക്കുന്നതിൽ അവൾ വിജയിക്കുകയും ചെയ്തു. ഒടുവിൽ ശക്തമായ കോസ്മിക് കൊടുങ്കാറ്റടങ്ങി. സായ അവളെ തന്റെ കൈകളിൽ കോരിയെടുത്തു. തുടർന്ന് സയാന തന്റെ അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരുന്ന അമ്മയായ ഗരുഡിനടുത്തേക്ക് പോയി. ഗരുഡ് അവളോട് തെറ്റുകൾ മനസ്സിലാക്കി മാപ്പപേക്ഷിച്ചു. പകരമായി സയാന തന്റെ കോസ്മിക് ശക്തികളാൽ അവളെ സുഖപ്പെടുത്തി. താനിപ്പോൾ ശക്തികളെ നിയന്ത്രിക്കാൻ പഠിച്ചു എന്നവൾ പറഞ്ഞു. മറുവശത്തും മൈലക്കും നീറോയും ജീവനോടെ രക്ഷപ്പെട്ടിരുന്നു. ഒടുവിൽ അഥീന പുനർജനിച്ചു. അവൾ ഉണർന്നു എന്ന വാർത്ത ദേവന്മാരുടെ അടുക്കൽ എത്തിയിട്ടുണ്ടാകുമെന്നും അവർ വീണ്ടും മനുഷ്യരെ ആക്രമിക്കുമെന്നും സയാന സായക്കടുക്കൽ സൂചിപ്പിച്ചു. അതുകൊണ്ട് ദേവന്മാരെ നേരിടാൻ ഭൂമിയിലെ എല്ലാ യോദ്ധാക്കളെയും ഒന്നിച്ചു ചേർക്കണമെന്നും ആവശ്യപ്പെട്ടു. കൂട്ടത്തിൽ പട്രീഷ്യയെ കണ്ടെത്തണം എന്നും അവൾ പറഞ്ഞു വെച്ചു. രണ്ടാം ഭാഗത്തിന് തുടക്കം കുറിച്ച് ചലച്ചിത്രം അവിടെ അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.